ഹായ് അസ്സാം വലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഫ്ലാറ്റ് റൂഫായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാട്ടോ ഇത്. മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ ഷുഹൈബ് ഷാക്കിറ ദമ്പതികളുടെ വീടാണിത്. 1400 സ്ക്വയർ ഫീറ്റിൽ 26 ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ചിലായിട്ട് 2 പില്ലർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പില്ലറിനായിട്ട് ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത്. കാർ പോർച്ചിൽ നിന്നായിട്ടാണ് സിറ്റ് ഔട്ടിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഒരു സ്റ്റെപ്പ് നൽകി ആ ഒരു സിറ്റ് ഔട്ടിന് ചുറ്റുമായിട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കഴിഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് സ്റ്റീലിലുള്ളൊരു ഹാൻഡ് റെയിലാണ് നൽകിയിട്ടുള്ളത്. 2 സൈഡും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഹാൻഡ് റെയിൽ അവിടെ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലായിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലായിട്ട് വരുന്ന 2 പില്ലറിനും ക്ലാഡിംഗ് ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തതെങ്കിലൂടെ സിറ്റ് ഔട്ടിൽ എൽ ഷേപ്പിലായിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു സീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. കൂടാതെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കാനായിട്ടുള്ള 2 ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബൈത്തുന്യമ എന്നാണ് ഈ ഒരു വീടിനിവിടെ പേര് നൽകിയിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. എൻട്രൻസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ നൽകിയിട്ടുള്ളത്. വുഡിലായിട്ട് സ്റ്റീലിലെ ലൈൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റീലിലെ ഹാൻഡിലും കൂടാണ് ഈ ഒരു മെയിൻ ഡോറിന് നൽകിയിട്ടുള്ളത്. 2 ഡോറായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോറിന് തൊട്ട് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട്. സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി സിമ്പിളായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 3 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ടും ഒരു ബെഡ്റൂം നൽകിയിട്ടുണ്ട്. അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് 1400 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ഹാളിലേക്കാണ് എത്തുന്നത്. ഈ ഒരു മെയിൻ ഡോറിനോട് ചേർന്ന് ഈ ഒരു സൈഡിലായിട്ടാണ് എൽ ഷേപ്പിലായിട്ടാണ് ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ തന്നെയാണ് ഇവിടെ സോഫ സെറ്റിയും ലിവിങ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ട് നോർമൽ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സെൻട്രലായിട്ട് വരുന്ന ഭാഗത്ത് ഹാങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും നൽകിയിട്ടുള്ളത്. മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ തന്നെയായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുള്ളത്. വുഡ് വൈറ്റ് ഈ ഒരു കളർ കോമ്പിനേഷനിലായിട്ടാണ് ആ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. വൈറ്റ് കളറിലാണ് ഇവിടെ വെയ്സൺ നൽകിയിട്ടുള്ളത്. വെയ്സിൻ്റെ ആ ഒരു ഭാഗത്ത് ബാക്ക് സൈഡിലായിട്ട് ലൂവർ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ള മിററും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഷെൽഫും കൂടെ കൊടുത്തിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് 3 ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത്. ഹാളിൽ നിന്നായിട്ടാണ് 3 ബെഡ്റൂമും വരുന്നത്. ഈ ഒരു മെയിൻ ഡോറ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. റെഡിമെയ്ഡ് ഡോറോടുകൂടി വുഡിൻ്റെ ഡിസൈനായിട്ടാണ് ഇവിടെ ബെഡ്റൂംസിനെല്ലാം ഡോറ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബുമാണ് ബെഡ്റൂമിലായിട്ട് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായി സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സീലിംഗ് നോർമലായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ വിൻഡോക്കെല്ലാം ഗ്രേ ഷെയ്ഡിലുള്ള സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. റെഡിമെയ്ഡ് വാർഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രേ ഷെയ്ഡിൽ തന്നെയായിട്ടുള്ള റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രീൻ, ഗ്രേ, വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത്. ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗ്രേ ഷെയ്ഡിലുള്ള ഒരു ടൈലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഗ്ലോസി ടൈലാണ് വോളിലായിട്ട് വിരിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെയായിട്ട് ഒരു കോമൺ ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. ഗ്രേ ഷെയ്ഡിൽ തന്നെ റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു കോമൺ ബാത്റൂമിന് ഡോർ നൽകിയിട്ടുള്ളത്. ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് സെയിം ഡിസൈനിലുള്ള ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിലായിട്ട് വാഷിംഗ് മെഷീനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോമൺ ബാത്റൂമിനോട് ചേർന്നാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂംസും ഹാളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. എല്ലാ ബെഡ്റൂംസിനും ഒരേ ഡിസൈനിലുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഫുൾ വ്യൂ ആണിത്. ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള
മാർബിളാണ് ഫ്ലോറലായിട്ട് വിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിൻഡോക്കായിട്ട് ഗ്രേ ഷെയ്ഡിലുള്ള സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിൽ ഈ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റഡി ഏരിയയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടില്ല. എന്നാൽ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും കൂടെ പോകാൻ പറ്റുന്ന രീതിയിലാണ് കോമൺ ബാത്റൂം അവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബുമാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു കോർണറിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട്. വിൻഡോക്കെല്ലാം ഗ്രേ ഷെയ്ഡിലായിട്ടുള്ള ബ്ലൈൻഡ്സ് നൽകി സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ബെഡ്റൂംസും അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സൈസ് ഒന്നും മെൻഷൻ ചെയ്യാത്തത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നും കോർണറിലായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിലെല്ലാം ഏകദേശം ഒരേ ഡിസൈനിലുള്ള ടൈലാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിലായിട്ട് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലൈറ്റ് കോഫി ഷെയ്ഡിലുള്ള ടൈലാണ് നൽകിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഒരുപോലെ ബാത്റൂമിൽ ടൈലൊക്കെ എടുക്കുകയാണെങ്കിൽ ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും. ബെഡ്റൂമിൽ നിന്നും വിശാലമായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റീൽ വുഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ ഇവിടെ നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിന് ടോപ്പിലായിട്ടും സൈഡിലൊക്കെ ആയിട്ട് മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു ലാൻഡിംഗ് ആണ് വരുന്നത്. അതുപോലെ ഈ ഒരു ലാൻഡിംഗ് കഴിഞ്ഞ് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹാളാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ഹാളിൽ നിന്ന് തന്നെയാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ഫ്ലോറൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത്. ഈ ഒരു മുകളിൽ നിന്നും ഇവിടെയായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. പ്ലെയിൻ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും കൂടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോ എല്ലാം ഗ്രേ ഷെയ്ഡിൽ തന്നെ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിൽ നിന്നായിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടും കോമൺ ബാത്റൂമായിട്ടും ഇവിടെയാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ടൈല് വിരിച്ചിട്ടുള്ളത്. ടൈലിന് എൻഡിൽ ബോർഡറായിട്ട് ഒരു കോഫി ഷെയ്ഡിലുമായിട്ടും ടൈല് നൽകിയിട്ടുണ്ട്. സിമ്പിളായി എന്ന മനോഹരമായി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും നമ്മൾ കണ്ടു. ഇനി നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ. സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ബെഡ്റൂമിന് നൽകിയിട്ടുള്ള സെയിം ഡിസൈനുള്ള ഡോർ തന്നെയാണ് ഈ ഒരു കിച്ചണിനായിട്ടും കൊടുത്തിട്ടുള്ളത്. കിച്ചൺ ഓപ്പൺ ചെയ്ത് അതിവിശാലമായി ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റോറേജിന് പ്രാധാന്യം നൽകി സിമ്പിളായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റായിട്ടും കബോർഡ് കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത്. വിറകടുപ്പിനോട് ചേർന്ന് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട്. വിറകടുപ്പിനോട് ചേർന്ന് വരുന്ന ഈ ഒരു വോളിലായിട്ട് ഗ്ലാസ്സിലായിട്ട് തട്ട് നൽകിയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. കിച്ചണിൽ വോളിൽ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ടും ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡ് അവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ രണ്ട് സൈഡിലായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 60,000 രൂപയാണ് ഈ ഒരു കിച്ചൺ ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടാണ് ഈ ഒരു വിശാലമായിട്ടുള്ള കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു വിറകടുപ്പിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സൈഡിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്ത് ഗ്ലാസ്സിലായിട്ട് രണ്ട് സൈഡിലായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട്. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു കബോർഡ്സിൻ്റെ കളർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുൾ ആവട്ടോ. ഈ ഒരു കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലായിട്ട് ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വുഡിലാണ് ബാക്ക് സൈഡിലേക്കായിട്ടുള്ള ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടാണ് വിറകുപുരയൊക്കെ നൽകിയിട്ടുള്ളത്. ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ നെറ്റ് നൽകിയിട്ടാണ് വിറകുപുര സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡോർ ഓപ്പൺ ചെയ്ത ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസിലായിട്ട് സ്റ്റെപ്പ് നല്ല നീളത്തിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്